ദേവാലയത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി. 2026 മാർച്ച് 19 വ്യാഴാഴ്ച നടക്കുന്ന വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് വെഞ്ചരിപ്പ് കർമ്മം ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻപറമ്പിലും MLA അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി പന്തൽ കാൽനാട്ട് കർമ്മവും നിർവഹിച്ചു. പെരുമ്പാവൂരിലെ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ ഏറ്റവും വലിയൊരു തിരുനാളാണ് ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാൾ. ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് കൂടിയാണത്. ഈ വരുന്ന മാർച്ച് 19 തീയതിയാണ് നടക്കുക. തീർച്ചയായും അതിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിലാണ് ഒരുപാട് ആളുകൾ, ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ തിരുനാളിന് മുൻപായിട്ടുള്ള കാൽനാട്ട് കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ആചാരമാണിത്. മുൻപേ തന്നെ എല്ലാവരും കൂടി കാൽനാട്ടുകയും പിന്നീട് പന്തലിടുകയും പിന്നെ ഒരുങ്ങുകയും പിന്നെ അതോടൊപ്പം തന്നെ ദൈവികമായ ശുശ്രൂഷകളും ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ നടക്കുകയും ചെയ്ത് മനുഷ്യനെ ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിവർത്തനപ്പെടുത്തി ആത്മീയത നിറച്ച് ദൈവിക ചിന്തകൾ നിറച്ച് മനുഷ്യനെന്നത് സാധാരണ ദൈവത്തിനുള്ള സ്നേഹവും ദൈവത്തിനുള്ള ഒത്തിരി ബലിയും നൽകേണ്ട വ്യക്തികളാണ് എന്ന ചിന്ത ഉണ്ടാകുന്ന രീതിയിലേക്കാണ് മനുഷ്യനെ പരിവർത്തനപ്പെടുത്തിയിട്ടാണ് ഈ ചടങ്ങുകളിലേക്ക് പോവുക. അപ്പോൾ വിശുദ്ധ ഔസേപ്പ് തിരുനാളിൻ്റെ ഊട്ടുതിരുനാൾ തീർച്ചയായും ഈ ദേശത്തിന് വളരെ ഐശ്വര്യമാണ്, സന്തോഷകരമാണ്. അത് പ്രാർത്ഥനയിലൂടെ പോകേണ്ടതിൻ്റെ മുൻ കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആചാരങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ഈ തിരുനാൾ ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാൾ മാർച്ച് 19 തീയതി എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ വർഷവും വളരെ ഭംഗിയായി നടക്കുകയാണ്. ഇത് ഈ ദേശത്തിൻ്റെ വലിയൊരു ആഘോഷമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു വരികയും ഒന്നിച്ചു കൂടുകയും ഔസേപിതാവിനുള്ള സ്നേഹത്തെ പ്രതി നേർച്ചയിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. ഇത് നമ്മുടെ വലിയൊരു ഐക്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഐക്യവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വലിയ ഐക്യത്തിൻ്റെ, വലിയ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഈ സ്നേഹത്തിലേക്ക്, ഈ സ്നേഹക്കൂട്ടായ്മയിലേക്ക് ഈ നാട്ടിലെല്ലാ നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ മാർച്ച് 13 മുതൽ 16 വരെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും എല്ലാ നല്ലവരായിട്ടുള്ള വിശ്വാസികളെയും എല്ലാ നല്ലവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. റോബർട്ട് പോൾ ആദംസ്, ഏഞ്ചലിയ മരിയ ആദംസ് എന്നിവർ മുഖ്യാതിഥികളായി. വാർഡ് കൗൺസിലർ ലതാ സുകുമാരൻ, സിസ്റ്റർ ആലീസ് PS അഭിലാഷ് എന്നിവർ ആശംസകൾ നേർന്നു. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി അവർ, മജിസ്ട്രേറ്റ്, ഈ പള്ളിയിലെ വികാരി അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ എന്നെ അച്ഛൻ ക്ഷണിച്ചതിൽ. എന്തുകൊണ്ടെന്നാൽ ഞാൻ രാവിലെ ദിവസവും 5 മണിക്ക് ഈ പള്ളിയിൽ തൊഴുന്ന ഒരു വ്യക്തിയാണ്. തൊഴുക മാത്രമല്ല, മെഴുകുതിരിയും കത്തിക്കും. അതിനുശേഷമാണ് ഞാൻ അയ്യപ്പൻ്റെ അമ്പലത്തിലും കുഴപ്പള്ളിക്കാവിലും ഒക്കെ പോകുന്നത്. അതിൻ്റെ ഒരു ഐശ്വര്യം എന്നും എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഔസേപ്പ് ഊട്ടുതിരുനാളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. തിരുനാൾ ജനറൽ കൺവീനർ ജഫർ റോഡ്രിഗ്സ്, ഇടവക സമിതി സെക്രട്ടറി ജോബ് കുരികയിൽ, സാമ്പത്തിക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റ്യൻ, തിരുനാൾ കമ്മിറ്റി ജോയിന്റ് കൺവീനർമാരായ ജോൺസൺ വലിയ വീട്ടിൽ, സോണിയ ഷാബു, സാമ്പത്തിക സമിതി അംഗങ്ങളായ നെൽസൺ സെബാസ്റ്റ്യൻ, ജയൻ ആഗസ്റ്റിൻ, ഷൈബി പോൾ, പന്തൽ കൺവീനർ ജോയ് കുരികയിൽ എന്നിവർ നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ മാർച്ച് 13 മുതൽ 16 വരെ ബൈബിൾ കൺവെൻഷനും മാർച്ച് 19 വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാളും നടത്തി വരുന്നു. വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിൽ നടന്നു വരുന്ന തിരുക്കർമ്മങ്ങളാണിത്. ഈ തിരുക്കർമ്മങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ കടന്നു വന്ന് ഈ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാളും അതുപോലെ തന്നെ പെരുമ്പാവൂർ ആത്മാഭിഷേക കൺവെൻഷനും നടത്തപ്പെടുന്നു. ആത്മാഭിഷേക കൺവെൻഷൻ 13 തീയതി വെള്ളിയാഴ്ച മുതൽ 16 തിങ്കൾ വരെ നടത്തപ്പെടുന്നു. പ്രശസ്ത ബൈബിൾ പണ്ഡിതനും ധ്യാനഗുരുവുമായ ബഹുമാനപ്പെട്ട അലോഷ്യസ് കുളങ്ങര അച്ഛനാണ് ധ്യാനം കൺവെൻഷൻ നയിക്കുന്നത്. അതേപോലെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാൾ മാർച്ച് 19 തീയതി രാവിലെ
10 മണിക്ക് ദിവ്യബലി, തുടർന്ന് 12 മണിക്ക് ഊട്ടുനേർച്ചയും നടക്കുന്നു. എല്ലാവരെയും ഈ പെരുമ്പാവൂർ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരെ എല്ലാവരെയും പെരുമ്പാവൂർ സെൻറ് ജോർജ് ദേവാലയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാർച്ച് 19 ഊട്ടുതിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് തിരുനാൾ ദിവ്യബലി, തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട്, 12-ന് ഊട്ടുനേർച്ച എന്നിവ നടക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.